Hello, hi, good evening everyone. Welcome to OET Speaking Speculation. This is me, 𝐎𝐤𝐞𝐚𝐤𝐧𝑠 from Neethu's Academy. So welcome to another very interesting live session for OET Speaking. So I hope all of you are having a really good time and happy Diwali to everyone. So yes, so today we will be looking into another exam model card in which ഒരുപാട് കാര്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു പാറ്റേൺ ഇന്ന് ഞാൻ സ്പീക്കിംഗ് ക്ലബിലും പറഞ്ഞൊരു കാര്യം തന്നെയാണ്. റീസെൻ്റായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ കാർഡ്സിലും തന്നെ നമ്മളിപ്പം ക്ലബിലായിക്കോട്ടെ അല്ലെങ്കിൽ സ്പെക്കുലേഷനിലായിക്കോട്ടെ, നിങ്ങൾക്ക് ക്ലാസ്സസിൽ തരുന്ന മെറ്റീരിയൽസ് ആയിക്കോട്ടെ, എല്ലാത്തിലും നിങ്ങൾക്കൊരു പാറ്റേൺ കാണാം. എക്സാം മോഡൽ കാർഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു റിപ്പീറ്റഡ് പാറ്റേൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ വാട്ട് യു ഹാവ് ടു ഡു ഇസ്, ഈ പാറ്റേൺസ് എല്ലാം ഫെമിലിയറൈസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം വളരെ ഈസായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. So make sure you always track down the pattern. Now, എന്താണ് ഈ പാറ്റേൺ എന്ന് പറയുന്നത്? സോ യു മൈറ്റ് ബി ഹാവിങ് എ കൺഫ്യൂഷൻ ലൈക്ക് ഓക്കെ പാറ്റേൺ എന്നൊക്കെ പറയുന്നുണ്ട്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഒരു റോൾ പ്ലേയുടെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ഫോർമാറ്റ്, ടൈപ്പ് ഓഫ് ടാസ്കുകൾ, അതിൻ്റെ ഒരു നേച്ചർ, ഒരു കണക്ടിവിറ്റി, കണ്ടിന്യൂറ്റി, ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ പാറ്റേൺ എന്ന് പറയുന്നത്. സേ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ് അൺനോൺ കേസ് വരുന്നു, നമ്മൾ ഫൈൻഡ് ഔട്ട് ദ റീസൺ ഫോർ ദ വിസിറ്റ് കഴിഞ്ഞ് അതിനുശേഷം എന്താണ് പ്രസൻറ്റ് കണ്ടീഷൻ്റെ മോർ ഡീറ്റെയിൽസ് എന്നുള്ളത് ചോദിക്കുന്നു. അതിനുശേഷം അതിൻ്റെ കൂടെ തന്നെ പിന്നെയും കുറേ ക്വസ്റ്റ്യൻസ് വരുന്നു. ഇൻഫർമേഷൻ ഗ്യാതറിങ് തന്നെ സ്പ്ലിറ്റ് ഔട്ട് ചെയ്ത് പല ടാസ്കുകളിലേക്ക് മാറ്റിയിട്ടേക്കുന്നു. അതിനുശേഷം ഇൻഫർമേഷൻ ഗിവിങ് പോലെ അതിലും കോമൺ ആയിട്ട് വരുന്ന ഇൻഫർമേഷൻ ഗിവിങ് ആണ് കൺഫേം ദ ഡയഗ്നോസിസ് അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ പോസിബിൾ ഡയഗ്നോസിസ് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു പാറ്റേൺ. അപ്പോൾ ഇതാണ് റിപ്പീറ്റേഷൻ അല്ലെങ്കിൽ റെപ്പിറ്റേഷൻ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതേപോലത്തെ ഒരു ഫോർമാറ്റ് തന്നെയാണ് പലപ്പോഴായിട്ട് പല കാർഡുകളിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു പാറ്റേൺ. ഇത് നിങ്ങൾ നേരത്തെ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു സ്പീക്ക്. കാരണം നിങ്ങൾ ഒരുപാട് ഫെമിലിയർ ആയിരിക്കും ഇതുപോലത്തെ കോണ്ടെക്സ്റ്റുകളായിട്ട്. ഫെമിലിയർ കോണ്ടെക്സ്റ്റുകൾ ഡീൽ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ സ്റ്റക്ക് ആവാതെ ഫ്ലുവൻസിക്ക് ഒരു ഇഷ്യൂ ഇല്ലാതെ നിങ്ങൾക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. അത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടുന്നത് അല്ലേ? തെറ്റിപ്പോവാതെ നല്ലൊരു ഭംഗിയിൽ നല്ലൊരു പ്രസൻറ്റേഷൻ സ്റ്റൈലിൽ നമുക്ക് സംസാരിച്ച് നിൽക്കാൻ പറ്റണം. എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ്. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി മച്ച് ഈസിയർ വെൻ യു നോ വാട്ട് ഈസ് ദ കോമൺ പാറ്റേൺ ദാറ്റ് യു ക്യാൻ എക്സ്പെക്ട് ഫോർ ദ എക്സാമിനേഷൻ. ഓക്കെ, അപ്പോൾ അതിന് നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാർഡ്സ് എടുക്കുക. അതിന് നമ്മൾ ഈ സ്പെക്കുലേഷനിൽ കൊണ്ടുവരുന്ന കാർഡ്സ് ആയിക്കോട്ടെ, സ്പീക്കിംഗ് ക്ലബിൽ കൊണ്ടുവരുന്ന കാർഡ്സ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ക്ലാസ്സസിൽ കിട്ടുന്ന 1-to-1 കാർഡ്സ് ആയിക്കോട്ടെ, വാട്ട് യു ഹാവ് ടു ഡു ഇസ് എടുത്ത് വയ്ക്കുക. ഓരോ കാർഡിൻ്റെയും പാറ്റേൺ എന്താണെന്നുള്ളത് നോട്ട് ഡൗൺ ചെയ്യുക. സിമിലർ പാറ്റേൺസ് വരുമ്പോൾ അതിന് പ്രീ പ്ലാൻ ചെയ്യാൻ പറ്റുന്നത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എക്സ്പ്ലെയിൻ ദ പോസിബിലിറ്റി ഓഫ് ദിസ് കണ്ടീഷൻ. ഇപ്പോൾ സേ ഫോർ എക്സാമ്പിൾ ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ആവാനാണ് സാധ്യത എന്ന് പറയുന്ന ഒരു കാർഡ്. ഈ ഒരു പോസിബിലിറ്റി ഇതായിരിക്കും എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് കാർഡുകൾ ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടീഷൻ ഇപ്പോൾ പ്രസൻറ്റിങ് കംപ്ലയിൻറ്റ്സ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ സിംറ്റംസ് എന്താണെന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചതിന് ശേഷം ഒരു 3-മത്തെയോ 4-മത്തെയോ ടാസ്ക് ആയിട്ടുണ്ടാകും എക്സ്പ്ലെയിൻ ദ പോസിബിലിറ്റി ഓഫ് ഹൈപ്പർ ടെൻഷൻ, എക്സ്പ്ലെയിൻ ദ പോസിബിലിറ്റി ഓഫ് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസ്. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ടാവും, ഒരു ടാസ്ക് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ എക്സ്പ്ലെയിൻ ദ പോസിബിലിറ്റി എന്നൊരു ടാസ്ക് കണ്ടാൽ അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ്റെ പോസിബിലിറ്റി ഉണ്ടാവാനാണ് സാധ്യത എന്നൊരു ടാസ്ക് കണ്ടാൽ അതെങ്ങനെ പറയണം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ കോസസ് എന്ന് പറഞ്ഞായിരിക്കും ഒരു പോയിന്റ് വരുന്നത്. ഇന്ന് ഞങ്ങൾ സ്പീക്കിംഗ് ക്ലബിൽ ചെയ്തൊരു പോയിന്റ് അതായിരുന്നു. അങ്ങനെ ഒരു കോസസിൻ്റെ പോസിബിലിറ്റി പറയാനാണെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള കോമൺ കോസസ് ഇതൊക്കെയാണെന്ന് പറയുന്നതാണെങ്കിൽ ഇങ്ങനത്തെ ടാസ്ക് ഒന്നും എങ്ങനെ നേരത്തെ പറയാം എന്ന് നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ടാസ്ക് കാണുമ്പോൾ ഒരുപാട് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ബ്രെയിൻ നിങ്ങൾക്കൊരു ഇൻഡിക്കേഷൻ തരണം, ഇവിടെ ഇങ്ങനെയാണ് പഠിച്ചു വെച്ചിരിക്കുന്നത്, അങ്ങ് പറഞ്ഞോളൂ എന്നൊരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് വാട്ട് യു ഷുഡ് ബി ഡൂയിങ്. ഇതിനെയാണ് നമ്മൾ സ്ട്രാറ്റജൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത്. അതല്ലാതെ കുറേ കാർഡ്സ് വെറുതെ കിട്ടുന്നു, ആ കാർഡ്സ് എല്ലാം ചെയ്യുന്നു, കുറേ ഫീഡ്ബാക്ക് കേൾക്കുന്നു, അടുത്ത പ്രാവശ്യം പിന്നെ ഒരു കാർഡ് ചെയ്യുന്നു. ദിസ് ഷുഡൻറ്റ് ബി ദ കേസ്. എല്ലാ മൊഡ്യൂളിലും നിങ്ങൾ ചെയ്യേണ്ടത് തന്നെയാണ്. നിങ്ങളൊരു പെർഫോമൻസ് ചെയ്ത് കഴിയുമ്പോൾ ആ പെർഫോമൻസ് എത്രത്തോളം നല്ലതായിരുന്നു, എത്രത്തോളം എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പോയിൻറ്റ്സ് എന്തുകൊണ്ട് വന്നു, എന്തുകൊണ്ട് നിങ്ങൾ സ്റ്റക്കായി പോയി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഹാവിങ് സെഡ് ദാറ്റ് I'll be showing the card right now. So what or how the entire thing is going to be is ആദ്യം കാർഡ് ആയിരിക്കും ഡിസ്പ്ലേ ചെയ്യുന്നത്. അതിനുശേഷം will be having 3 minutes to prepare the card.
ആ കാർഡ് നോക്കുക, നിങ്ങളത് പ്രിപ്പയർ ചെയ്യുക. പ്രിപ്പയർ ചെയ്യുമ്പോൾ അറിയാലോ അല്ലേ, നമുക്കൊരു 8 കാര്യങ്ങളാണ് വേണ്ടുന്നത്. വി നീഡ് ദ ഇൻട്രൊഡക്ടറി ഫേസ്, വി നീഡ് ദ ഇനീഷ്യൽ അഷുറൻസ്, we need action verbs and expansions, keywords and synonyms, end of each task, transitions, where to use certain phrases and sentences, and lastly conclusion. ഈ 8 കാര്യങ്ങൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ട്രസ്റ്റ് മീ, ഐ ക്യാൻ വൗച്ച് ദാറ്റ് യു വിൽ ഗെറ്റ് എ വെരി നൈസ് സ്കോർ ഫോർ യുവർ OET സ്പീക്കിംഗ്. അപ്പോൾ അതുകൊണ്ട് മേക്ക് ഷുവർ ദാറ്റ് യു സ്പോട്ട് ഔട്ട് ഓൾ ദീസ് 8 തിങ്സ് ഇൻ 3 minutes. Okay, so over to the screen, you'll be able to see the card now.
Yes, everyone, welcome back. Let's start with the discussion. So, if it is not visible for you, please try to place your phone in landscape mode so that it will be in a bigger screen. Or I can try to zoom in little more for you guys. Okay, just give me a second. I'll try to zoom in a little more. Could you please comment if it is visible? Please let me know in the comment section. Is it visible for you guys? Please let me know in the comment section if it is visible. Please comment yes. If it's not, please comment no. Okay, very good. Okay, then let's start with the discussion. And yes, you might be hearing some firecrackers in the background. It's because it's Diwali and everyone is having that celebratory mode, festive mode here. So I hope you guys are okay with that. Okay, so let's start with the discussion here. So you can see the setting is given as a home visit. And background information, you can see you are visiting a 58-year-old patient at home to assess and dress a wound. You need to discuss the condition of the wound and explain options for managing and promoting healing. ഇത്രയുമാണ് തന്നിരിക്കുന്നത് അല്ലേ. ഹോം വിസിറ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. സോ ഓഫ് കോഴ്സ് ഇതൊരു നോൺ കേസ് ആണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്, ഫസ്റ്റ് നോൺ കേസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ദെൻ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് വെദർ ഇറ്റ് ഫോൾസ് അണ്ടർ ദ ഫസ്റ്റ് കാറ്റഗറി ഓഫ് നോൺ കേസ് വിച്ച് ഇസ് പേഷ്യൻറ്റ് doesn't know the nurse knows the patient, or the second category of non case where the nurse and patient both of them know each other. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് ഇത് വരുന്നതെന്നാണ് നോക്കേണ്ടത് അല്ലേ. സോ വാട്ട് യു ഗൈസ് തിങ്ക്, ഡസ് ഇറ്റ് ഫോൾ ഇൻ ദ ഫസ്റ്റ് കാറ്റഗറി ഓർ ദ സെക്കൻഡ് കാറ്റഗറി? പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കോമെന്റ് സെക്ഷൻ. ഇഫ് യു തിങ്ക് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് കാറ്റഗറി, പ്ലീസ് കോമെന്റ് ഫസ്റ്റ്. ഇഫ് യു തിങ്ക് ഇറ്റ് ഈസ് എ സെക്കൻഡ് കാറ്റഗറി, പ്ലീസ് കോമെന്റ് സെക്കൻഡ്. എല്ലാവരും ഒന്ന് കോമെന്റ് ചെയ്തേ. ഫസ്റ്റ് കാറ്റഗറി എന്താണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ. നേഴ്സിന് പേഷ്യൻ്റ് ഡീറ്റെയിൽസ് ഉണ്ട്, പക്ഷേ പേഷ്യൻറ്റിന് നേഴ്സിനെ അറിയില്ല. ഫസ്റ്റ് ടൈം ആയിട്ടാണ് അവർ സംസാരിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുമ്പോൾ രണ്ടു പേർക്കും പരസ്പരം അറിയാം എന്നുള്ളൊരു ഇൻഫർമേഷൻ ആണ് നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ടത്. സോ വാട്ട് യു തിങ്ക്, ഇതിൽ ഏത് കാറ്റഗറിയിലായിരിക്കും ഇത് വരുന്നത്? പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കോമെന്റ് സെക്ഷൻ. So Shanu has commented second, Rija has commented second. Okay, any other response? Yes, good evening everyone. Good evening all of you. Okay, Jobin has said second. Okay, സോ എല്ലാവർക്കും സെക്കൻഡ് കാറ്റഗറി ആണെന്നുള്ളതിൽ നല്ല ഉറപ്പാണല്ലേ. കാരണം വൈ, കെൻ യു കോമെന്റ് ദ റീസൺ? യെസ് റബി, ഇറ്റ് ഇസ് സെക്കൻഡ്. കെൻ യു ടെൽ മീ ദ റീസൺ? എല്ലാവരും എന്തുകൊണ്ടാണ് സെക്കൻഡ് കാറ്റഗറി ആണെന്ന് പറഞ്ഞിട്ട് റീസൺ ഒന്ന് പറയാവോ? യെസ് ഷൽമ, വാട്ട് യു തിങ്ക് ഇറ്റ് ഈസ് സെക്കൻഡ് കാറ്റഗറി? എന്തുകൊണ്ടാണ്, എന്താണ് തന്നിരിക്കുന്നത്? ജോബിൻ, യെസ് ഇറ്റ് ഹാസ് മെൻഷൻഡ് ഇറ്റ് ഈസ് ദ ലാസ്റ്റ് വിസിറ്റ്, സിൻസ് യുവർ ലാസ്റ്റ് വിസിറ്റ് എന്ന് തന്നിട്ടുണ്ട്. അതിനർത്ഥം എന്താ, ഇതിനു മുന്നേ നിങ്ങൾ അവിടെ പോയിട്ടുണ്ട്, നിങ്ങൾ ഇവരെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ തന്നിട്ടുണ്ട് അല്ലേ. യെസ്, ഷാനു ഫസ്റ്റ് ടാസ്കിൽ മെൻഷൻഡ് ആണെന്ന് പറയുന്നുണ്ട്. ടിനു ഹാസ് മെൻഷൻ സെക്കൻഡ്, ഗീതു ഹാസ് സെറ്റ് സെക്കൻഡ്. വെരി ഗുഡ്, ഐ എം വെരി ഹാപ്പി ദാറ്റ് യു ഗൈസ് അണ്ടർസ്റ്റുഡ് ദ കോണ്ടെക്സ്റ്റ്. കാരണം ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ തന്നെ ഒരു പ്രോപ്പർ ഇൻട്രൊഡക്ഷനിലേക്ക് നമുക്ക് പോകാനും റോൾ പ്ലേ നല്ല രീതിയിൽ ചെയ്യാനും ഉള്ള ഒരു പ്രോപ്പർ സ്റ്റാർട്ടാണ് അവിടെ കിട്ടുന്നത്. സോ ദിസ് ഈസ് ദ ബേസിക് തിങ് ദാറ്റ് എവ്രി വൺ ഷുഡ് ഹാവ് എ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് അബൌട്ട് ഏത് കാറ്റഗറി ഓഫ് നോൺ കേസ് ആണ്. സോ ഇതിൽ സെക്കൻഡ് കാറ്റഗറിയാണ്. വെൽ ഡൺ, ഗുഡ് ജോബ് എവ്രി വൺ. സോ സെക്കൻഡ് കാറ്റഗറി ആകുമ്പോൾ എന്തൊക്കെ ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് കളക്ട് ചെയ്യേണ്ടത്? വി ജസ്റ്റ് നീഡ് ദ നെയിം ഓഫ് ദി പേഷ്യൻറ്റ്. അത് ഈ ഹോം വിസിറ്റ് എന്ന് പറയുമ്പോൾ മിക്കതിലും നമ്മൾ എന്താ ചെയ്യുന്നത്, പേഷ്യൻ്റെ പേര് നേരത്തെ ചോദിച്ചു വെക്കുക അല്ലേ. സോ ലെറ്റ്സ് കോൾ ദിസ് പേഷ്യൻറ്റ് റോയ്. ഓക്കെ, പേഷ്യൻ്റെ പേര് റോയ് എന്നാണ് വിചാരിക്കും. സോ ഹൗ വിൽ യു സ്റ്റാർട്ട് ദിസ് റോൾ പ്ലേ? ഇത് നിങ്ങളുടെ സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്നതായതുകൊണ്ട് എന്തൊക്കെ വേണം, എന്തൊക്കെ വേണ്ട? ക്യാൻ യു ഗൈസ് കോമെൻറ്റ് വാട്ട് യു നീഡ്, വാട്ട് യു ഡോണ്ട് നീഡ്? എന്തൊക്കെ വേണം എന്ന് കമൻറ്റ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ ഗ്രീറ്റിംഗ് വേണമെങ്കിൽ ഗ്രീറ്റിംഗ്, ഇൻട്രൊഡക്ഷൻ വേണം എന്നുണ്ടെങ്കിൽ വേണം, ഇല്ല എന്നുണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ സെക്കൻഡ് കാറ്റഗറിയിൽ വരുന്ന ഇൻട്രൊഡക്ടറി ഫേസ് എന്തൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്തേ. യെസ്, വാട്ട് ഈസ് ദ ഫസ്റ്റ് തിങ് യു ഷുഡ് ബി ഡൂയിങ്? എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു ഇൻട്രൊഡക്ടറി ഫേസ് സെക്കൻഡ് കാറ്റഗറിയിൽ വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്ന് വേഗം ഒന്ന് കമൻറ്റ് ചെയ്തേ. യെസ് എവ്രി വൺ. ഗ്രീറ്റിങ്ങോടെ സ്റ്റാർട്ട് ചെയ്യണോ? ഗ്രീറ്റിങ്ങിൽ പേഷ്യൻ്റെ പേര് വെച്ച് സ്റ്റാർട്ട് ചെയ്യണോ, അതോ ജസ്റ്റ് പേര് വിളിക്കാതെ സ്റ്റാർട്ട് ചെയ്താൽ മതിയോ? അതിനുശേഷം ഇൻട്രൊഡക്ഷൻ പറയേണ്ട ആവശ്യമുണ്ടോ, പറയേണ്ടാത്ത സിറ്റുവേഷൻ ആണോ? വാട്ട് ഡു യു തിങ്ക്? യെസ്, ലെറ്റ് മീ നോ.
I just want to ensure that you guys are very clear about the introductory phase because എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾക്കൊരു നല്ലൊരു സ്റ്റാർട്ട് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് നല്ല കോൺഫിഡൻറ്റോട് കൂടി തന്നെ സംസാരിക്കാൻ പറ്റും. ബിക്കോസ് പേഴ്സണലി 1-to-1 സെഷൻസ് ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ സ്റ്റുഡൻസിന് വരുന്ന ഒരു ബുദ്ധിമുട്ടാണ്. തുടക്കം നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്താൽ ഒരു 90% ഓഫ് ദ ടൈം സ്റ്റുഡൻസ് ഫിനിഷ് ഇറ്റ് പ്രോപ്പറായിട്ട് നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ ഫിനിഷ് ചെയ്യാറുണ്ട്. പക്ഷേ ഓൺ ദ കോൺട്രറി ഇപ്പോൾ ഒരു സ്റ്റാർട്ടിന് കുറച്ച് ബുദ്ധിമുട്ട് വന്നു, അവിടെ അത്ര നല്ല രീതിയിൽ തുടങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ടൊരു ട്രാക്ക് കിട്ടില്ല. പിന്നെ അങ്ങോട്ട് പോകും തോറും കുറച്ച് പ്രശ്നങ്ങൾ വരും. സെൻറ്റൻസ് കൺസ്ട്രക്ഷൻസ് കുറച്ച് മെസ്സി ആയിട്ട് പോകാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് സംതിങ് ദാറ്റ് യു നീഡ് ടു അവോയ്ഡ്. ഈ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു കോണ്ടെക്സ്റ്റൽ ഇൻഫർമേഷൻ ഭയങ്കര നല്ല രീതിയിൽ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് ഈസിയാണ്. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് കാറ്റഗറിയിലാണ് വരുന്നത്, നമുക്ക് മനസ്സിലായി. സെക്കൻഡ് കാറ്റഗറിയിൽ വരുമ്പോൾ എന്തൊക്കെയാണ് വേണ്ടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു സ്റ്റാർട്ട് ദ റോൾ പ്ലേ. നിങ്ങൾക്കത് ഭയങ്കര എളുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. സോ ജോബിൻ ഹാസ് ഗിവൻ മീ എ സ്റ്റേറ്റ്മെൻറ്റ് ഹിയർ. ഹായ് ഡേവിഡ്, ഗുഡ് ഈവനിങ്. As usual, this is Nurse Jobin here for your regular follow-up visit. Okay, so in this case, Jobin has given their name, like I am Jobin ennolla karyam paranu. Ee oru context il second category il varumbol it is not necessary, but I like the way Jobin has done that. As usual, I am Jobin എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഞാൻ സ്ഥിരമായിട്ട് വരുന്നത് പോലെ തന്നെ ഞാൻ ജോബിൻ ആണെന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഡിഫറെൻറ്റ്. അതിന് വലിയ പ്രശ്നമില്ല. ഓക്കെ, വാട്ട് യു ക്യാൻ അവോയ്ഡ് ഇസ് ഹലോ ഗുഡ് മോർണിംഗ്, മൈ നെയിം ഇസ് ജോബിൻ, ഐ എം വൺ ഓഫ് ദ രജിസ്റ്റേർഡ് നഴ്സസ് ഫ്രം ദ ഹോസ്പിറ്റൽ ടു ചെക്ക് യുവർ പ്രോഗ്രസ് എന്ന് പറയുന്ന രീതി ഇവിടെ വേണ്ട. പക്ഷേ ഈ ഒരു മെത്തേഡ് ഇസ് ഫൈൻ. ബട്ട് ദെൻ ഐ എം ടെല്ലിങ് യു വൺ തിങ്, നിങ്ങളിത് സിൻസ് യുവർ ലാസ്റ്റ് വിസിറ്റ് തന്നിട്ടുള്ളത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി പേഷ്യൻറ്റിന് അറിയാം, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടാവും പേഷ്യൻ്റ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് അവോയ്ഡ് ചെയ്യാം, നിങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഇതിനകത്ത് അവോയ്ഡ് ചെയ്യാം. സോ വാട്ട് യു നീഡ് ഇസ് യു വിൽ ഗ്രീറ്റ് ദ പേഷ്യൻറ്റ് വിത്ത് ദ നെയിം ഓഫ് ദ പേഷ്യൻറ്റ്, ഗ്രീറ്റ് വിത്ത് നെയിം ഓഫ് ദ പേഷ്യൻറ്റ് ആൻഡ് ദെൻ ഡയറക്ട്ലി ആസ്ക് ഹൗ ആർ യു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഇഫ് യു വാണ്ട്, ഇപ്പോൾ ജോബിൻ പറഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു ഇൻട്രൊഡക്ഷൻ വേണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ വേണം ഹായ് ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഡേവിഡ്, ഐ എം ജോബിൻ എന്നിപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ജോബിൻ്റെ നെയിം വെച്ച് പറയുകയാണെങ്കിൽ ഹായ് ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഡേവിഡ്, ഐ എം ജോബിൻ, ഐ ഹോപ്പ് യു റിമെമ്പർ മീ, ഐ ബീൻ ഹിയർ ലാസ്റ്റ് ടൈം എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഒരു റിമൈൻഡർ കൊടുക്കുന്ന പോലെയും ചെയ്യാം കേട്ടോ. സോ ഇറ്റ്സ് ഓൾ അബൌട്ട് ഹൗ യു പ്ലാൻ ഇറ്റ്. ഒരു ലോജിക്കൽ സെൻസിൽ ആ കോണ്ടെക്സ്റ്റിന് യൂസ് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആ ഇൻട്രൊഡക്ടറി ഫേസ് കൊണ്ടുവരാവുന്നതാണ്. സോ ഐ വിൽ ഷോ യു ഹൗ ഐ ഡിഡ് ദ ലാസ്റ്റ് വൺ. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് ചെയ്തൊരു കാര്യം എങ്ങനെ ഒന്നുകൂടെ ചെയ്യാം. യു ക്യാൻ സേ ഹായ് ഗുഡ് മോർണിംഗ് മിസ്റ്റർ ഡേവിഡ്, മൈ നെയിം ഇസ് റിച്ച്, ഐ ബീൻ ഹിയർ ലാസ്റ്റ് ടൈം ടു ചെക്ക് യുവർ വൈറ്റൽസ്, ഐ ഹോപ്പ് യു റിമെമ്പർ മീ, അല്ലെങ്കിൽ ഐ ഹോപ്പ് യു റിമെമ്പർ മീ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കത് കൺവേ ചെയ്ത് പോവാം. ഓക്കെ, സോ ദാറ്റ് ഈസ് വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. ഓർ യു ക്യാൻ സിംപ്ലി അവോയ്ഡ് എവറിഥിങ് ആൻഡ് ജസ്റ്റ് ഡയറക്ട്ലി സ്റ്റാർട്ട് ബൈ ഗ്രീറ്റിംഗ് ഹായ് good morning Mr. Roy, how are you feeling today എന്നുള്ള രീതിയിലും പറയാം. Okay, so that is how we can do it, and you can add the purpose of the visit there too. So good morning Mr. David, how are you feeling today? So the patient says a reason or how the patient is feeling, so you will acknowledge it. Okay, I'm glad to hear that, or oh, I understand you might be having a difficult time, but please don't worry, I'll be definitely looking into it. അല്ലെങ്കിൽ you are in safe hands, we are providing all the necessary treatment for you, or I'm here as part of the assessment progress to check how well you're doing എന്നൊക്കെ പറഞ്ഞ് എന്താണോ ആ കോണ്ടെക്സ്റ്റിന് സ്യൂട്ടബിൾ ആവുന്ന ഇനീഷ്യൽ അഷുറൻസ് അത് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം യു ക്യാൻ ഗോ ടു യുവർ ഫസ്റ്റ് ടാസ്ക് വിച്ച് ഇസ് find out how the patient has been managing the wound since your last visit. So Mr. David, before we proceed, I would like to know how you have been managing the wound since my last visit. Okay, അത് നമുക്ക് എങ്ങനെയാണ് ആ സെൻറ്റൻസ് കൺസ്ട്രക്ട് ചെയ്യുന്നുള്ളത് ഈ ഒരു ടാസ്കിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര എളുപ്പമാണ്. സോ പ്ലീസ് പേ അറ്റൻഷൻ ഹിയർ. ഫൈൻഡ് ഔട്ട് എന്നുള്ളതാണ് ആക്ഷൻ വെർബ് അല്ലേ. അപ്പോൾ ഫൈൻഡ് ഔട്ടിന് ഐ ചേഞ്ച് ദാറ്റ് ടു ഐ വുഡ് ലൈക്ക് ടു നോ. ഫൈൻഡ് ഔട്ടിനെ എങ്ങനെ മാറ്റി നമ്മൾ ഐ വുഡ് ലൈക്ക് ടു നോ എന്ന് മാറ്റി. ഹൗ ദ പേഷ്യൻറ്റിൻ്റെ ഹൗ നമ്മളെടുത്തു. ഐ വുഡ് ലൈക്ക് ടു നോ ഹൗ ദ പേഷ്യൻ്റ് എന്തായി മാറും, യു ആയി മാറും. യു വരുമ്പോൾ ഹാസ് എന്തായി മാറും, ഹാവ് ആയി മാറും. പിന്നെ ബാക്കി ഇതുപോലെ ഹാവ് ബീൻ മാനേജിങ് ദ വൂണ്ട് സിൻസ് വരെ അതുപോലെ തന്നെ ഉപയോഗിക്കാം. യോറിനെ എന്ത് മാറ്റണം, യോറിനെ മൈ എന്നാക്കണം. ആൻഡ് ദ ലാസ്റ്റ് വിസിറ്റ് യു ക്യാൻ യൂസ് ലാസ്റ്റ് വിസിറ്റ് ഇറ്റ് സെൽഫ്. So this is how you get a new sentence from the very on task itself.
Find out how the patient has been managing the wound since your last visit. Find out in engane maati. I would like to know the patient endai mari. You have been managing. You varumbol has varilla, so that has to be changed into have. You have been managing the wound. Managing the wound enna venengil engane parayam, taking care of the wound ennu venengil parayato. Have been taking care of the wound since my last visit. Your ennallathu endai marum, my ആയി മാറും. So this is how you can construct a whole new statement from the very on task itself. Okay, so I hope it is clear to you guys. So I'm getting some sentences. Let me read that. Shelma has commented, greeting, patient name, how are you feeling now? This is the right time to have a conversation with you. Okay, to have a conversation. Is this the right time to have a conversation with you? പറയുന്നതിന് മുന്നേ purpose പറയണം കേട്ടോ. I am here to discuss the condition of your wound and explain options of managing and promote healing. So is this the right time to talk to you എന്നുള്ള കാര്യം അവിടെ പറയാം കേട്ടോ. Roshna, hi, good morning Mr. David. I hope you are feeling good. Okay, good, nice. Shari has commented, good morning Mr. David. How are you feeling today? Excellent. So this is how we can do it. So first task clear ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. So let's have a look into the second one. Explore any recent changes. Okay, so പാഠത്തിലേക്ക് നമ്മൾ പോകുന്നത് ഇൻഫർമേഷൻ ഗ്യാതറിംഗിലേക്കാണ് പോകുന്നത് അല്ലേ. സോ ദിസ് ഈസ് ദ പ്ലേസ് ആഫ്റ്റർ ഈ ഒരു പോയിന്റ് കഴിയുമ്പോൾ പേഷ്യൻ്റ് പറയാണ് യെസ് ഞാൻ കൃത്യമായിട്ട് തന്നെ എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പേഷ്യൻ്റ് പറഞ്ഞു. സോ യു വുഡ് അക്നോളജ് ഐ എം ഗ്ലാഡ് ടു നോ ദാറ്റ്. നിങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നുണ്ടായിരുന്നല്ലോ എന്നുള്ള കാര്യം അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. സോ ഐ എം ഗ്ലാഡ് ടു നോ ദാറ്റ്. ആൻഡ് ദെൻ യു ആർ ഗോയിങ് ടു ഡു വാട്ട്? യു ആർ ഗോയിങ് ടു ഗിവ് എ ജനറൽ സ്ട്രക്ചർ. ഇവിടെയാണ് നമ്മൾ എന്ത് കൊടുക്കാൻ പോകുന്നത്? ജനറൽ സ്ട്രക്ചർ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, സോ ജനറൽ സ്ട്രക്ചറിൽ നമ്മൾ എന്തൊക്കെ പറയും? സോ മൂവിങ് ഓൺ, ഐ വുഡ് ബി asking you some questions. After that I'll examine your wound and then based on which I can give you some suggestions. So in the meantime if you have any questions feel free to ask me എന്നുള്ള രീതിയിൽ ഒരു ജനറൽ സ്ട്രക്ചർ ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ആണല്ലേ, എക്സ്പ്ലോർ ആണ്. എക്സ്പ്ലോർ മീൻസ് ഫൈൻഡ് ഔട്ട്. എന്താണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്? റീസെൻറ്റ് ചേഞ്ചസ് ആണ് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ? പേഷ്യൻറ്റിന് ഇൻക്രീസ്ഡ് ആയിട്ടുള്ള റെഡ്നെസ്സോ പെയിനോ ഡ്രെയിനേജോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, സോ വാട്ട് യു നീഡ്? ഇൻഫർമേഷൻ ഗ്യാതറിംഗ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്താണ്? വാട്ട് ഈസ് എ മെയിൻ പോയിന്റ്? Can you guys comment down? Information gathering in നമുക്ക് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട് അല്ലേ. സോ ഫസ്റ്റ് തിങ് എന്താ ചെയ്യണമെന്നൊന്ന് കോമെൻറ്റ് ചെയ്തേ. വാട്ട് ഈസ് ദ ഫസ്റ്റ് തിങ് യു ഷുഡ് ബി ഡൂയിങ്? ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാൻ പോകുന്നതിന് മുന്നേ തൊട്ട് മുന്നേ ചെയ്യേണ്ട ഒരു കാര്യം. വാട്ട് ഈസ് ഇറ്റ്? പ്ലീസ് കോമെൻറ്റ്. If you're going to collect information from the patient, what is the first thing you have to do? ചുമ്മാ ചാടിക്കേറി ഡു യു ഹാവ് എനി റെഡ്നെസ് ഓർ ഡു യു ഹാവ് എൻ ഇൻക്രീസ് റെഡ്നെസ് എന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അതിന് കുറച്ച് ഒരു സ്ട്രക്ചറും കുറച്ചൊരു ഓർഗനൈസേഷൻ സ്കിൽസും ഒക്കെ നമുക്ക് ആവശ്യമുണ്ടല്ലേ. സോ ഹൗ വുഡ് യു ബി ഡൂയിങ് ഇറ്റ്? എങ്ങനെയായിരിക്കും അത് നമ്മൾ ചെയ്യുന്നത്? വാട്ട് ഈസ് ദ ഫസ്റ്റ് തിങ് യു ഷുഡ് ഡു? പ്ലീസ് കോമെൻറ്റ് ഡൗൺ. വിച്ച് ഈസ് സൈൻ പോസ്റ്റിംഗ് അല്ലേ. നമ്മൾ പറയണം ചോദ്യം ചോദിക്കാൻ പോവുകയാണ് എന്ന് നമ്മൾ പറയണം അല്ലേ. സോ റീജ ഹാസ് മെൻഷൻ പ്രിപ്പയർ ദ പേഷ്യൻറ്റ്. പ്രിപ്പയർ ദ പേഷ്യൻറ്റ് വരുന്നത് ഇവിടെ ടാസ്ക് നമ്പർ 3 അതായത് നമ്മളൊരു ഡയഗ്നോസിസ് പറഞ്ഞു കൊടുക്കുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ ഒരു പ്രൊസീജിയറിൻ്റെ കാര്യം ഇതിൻ്റെ ആവശ്യമുണ്ടെന്നൊക്കെ പറയുന്നതിന് മുന്നേയൊക്കെയാണ് നമ്മൾ പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് സൈൻ പോസ്റ്റിംഗ് ആണ്. അതായത് സൈൻ പോസ്റ്റിംഗ് വിത്ത് പെർമിഷൻ. ചോദ്യം ചോദിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചോട്ടെ എന്ന് നമ്മൾ എന്തുകൂടെ എടുക്കണം? പെർമിഷൻ കൂടെ എടുക്കണം. ഓക്കെ, സോ മൂവിങ് ഓൺ, ഐ വിൽ ബി ആസ്കിങ് യു സം ക്വസ്റ്റ്യൻസ് to check whether you had any recent changes in the wound. എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇൻക്രീസ് റെഡ്നെസ്. യെസ്, അഞ്ജന ഹാസ് കോമെൻറ്റഡ് സൈൻ പോസ്റ്റിംഗ്. വെരി ഗുഡ്, ഗുഡ് ജോബ്. സോ ഇൻക്രീസ് റെഡ്നെസ് ഉണ്ടോ എന്ന് എങ്ങനെ ചോദിക്കുക? ഡിഡ് യു നോട്ടീസ് എൻ ഇൻക്രീസ്ഡ് റെഡ്നെസ്? ഓക്കെ. പെയിൻ, എനി ചേഞ്ചസ് ഇൻ ദ പെയിൻ? ഡ്രെയിനേജ്, ഡു യു ഹാവ് എനി ഡ്രെയിനേജ് ഫ്രം ദ വൂണ്ട് എന്നുള്ള രീതിയിൽ നമ്മളതെല്ലാം ചോദിച്ചു. ഓക്കെ, സോ യു ആർ ഗെറ്റിംഗ് റെഡ്നെസ്സിന് യെസ് എന്ന് കിട്ടി, പെയിനിന് യെസ് ചെറിയ പെയിൻ ഉണ്ട്, ഡ്രെയിനേജിനും ചെറിയൊരു ഡിസ്ചാർജ് ഉണ്ടെന്ന് അവിടെ പറയുന്നുണ്ട്. ഓക്കെ, സോ യു ആർ ഗോയിങ് ടു ഗീവ് എ സമ്മറി. താങ്ക് യു ഫോർ ആൻസറിങ് ഓൾ മൈ ക്വസ്റ്റ്യൻസ്. From what you told me, I understand that you have increased redness, pain and drainage. നിങ്ങൾക്ക് ഇൻക്രീസ് റെഡ്നെസ് ഉണ്ട്, പെയിൻ ഉണ്ട്, ഡ്രെയിനേജ് ഉണ്ട്. യു ഹാവ്, ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യു ഹാവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എന്താണോ ഇവിടെ തന്നിരിക്കുന്നത് അത് അതുപോലെ തന്നെ പറയാം. കാരണം ദ പേഷ്യൻറ്റ് സെഡ് യെസ് ടു എവറിത്തിങ്. എല്ലാത്തിനും യെസ് ആണ് പറഞ്ഞത്. സോ ആ ഒരു പോയിന്റ് എങ്ങനെയാണോ അവിടെ തന്നിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞു പോയാൽ മതി. ഓക്കെ, അതിനുശേഷം എന്താണ്?
എക്സ്പ്ലെയിൻ ദ വൂണ്ട് അപ്പിയേഴ്സ് ടു ബി ഇൻഫെക്റ്റഡ്. അത് നമ്മൾ എന്താ ഡയഗ്നോസിസ് പറയുകയാണല്ലേ, നമ്മൾക്ക് അവിടെ അത് വൂണ്ട് ഇങ്ങനെയാണ് കാണപ്പെടുന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഹിഡൻ ടാസ്ക് ഉണ്ട്. എന്താണ് ഹിഡൻ ടാസ്ക്? പ്ലീസ് കോമെൻറ്റ് ഡൗൺ. ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ സമ്മറൈസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ടാസ്കിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഓക്കെ, ഈ ഒരു എൻഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ, അതായത് വൂണ്ട് അപ്പിയേഴ്സ് ടു ബി ഇൻഫെക്റ്റഡ് എന്ന് പറയണമെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്താലേ അത് ഇൻഫെക്റ്റഡ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ. സോ സംതിങ് ഈസ് ഹിഡൻ ഹിയർ. അവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല ഇങ്ങനെ ചെയ്യണമെന്ന്, പക്ഷേ എന്താണ്, യു ഹാവ് ടു ഗീവ് do something. അവിടെ ഒരു ആക്ടിവിറ്റി വരുന്നുണ്ട്. Can you just comment what is that activity? Assessment. Excellent. Roshna, correct. So you need to do the assessment. That means you have to examine the wound. Examine the wound. അതിവിടെ ഹിഡൻ ആണ് കേട്ടോ. Examine the wound. Yes, Jobin, correct. Shanu, you're right. Yes, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? Jinsey has said wound assessment. Excellent. So ഇവിടെ ഹിഡൻ ആയിട്ട് തന്നിരിക്കുന്ന ഒരു പോയിന്റ് ആണ് എന്ത്? എക്സാമിനേഷൻ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? സമ്മറി പറഞ്ഞതിന് ശേഷം മേ ഐ എക്സാമിൻ യു ഓർ ക്യാൻ ഐ ഹാവ് എ ലുക്ക് അറ്റ് യുവർ വൂണ്ട് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക? ആ ഒരു പോയിന്റ് നോക്കുക. അതിനുശേഷമാണ് നമ്മൾ എന്തിലേക്ക് പോകുന്നത്? എക്സ്പ്ലെയിൻ ദാറ്റ് ദ വൂണ്ട് അപ്പിയേഴ്സ് ടു ബി ഇൻഫെക്റ്റിലേക്ക് പോകുന്നത്. സോ ക്യാൻ ഐ എക്സാമിൻ യുവർ വൂണ്ട്, അല്ലെങ്കിൽ മേ ഐ എക്സാമിൻ യുവർ വൂണ്ട്, മേ ഐ ഹാവ് എ ലുക്ക് അറ്റ് യുവർ വൂണ്ട് എന്നൊക്കെ ചോദിക്കാം കേട്ടോ. യെസ് റിജ, കറക്റ്റ്. എക്സാമിൻ ദ വൂണ്ട്. അപ്പോൾ നമ്മൾ അയാൾ പറയും ഓക്കെ ഫൈൻ, ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്. So before you move to task number 3, what you have to do is you have to tell that you have finished examining. Thank you for your cooperation. I've had a thorough look at your wound. Based on my assessment, I can confirm that the wound appears to be infected as it has redness, swelling, and it is warm, and also I found there is a discharge. So all these are indicating the wound is infected. അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യാം? റീഅഷ്യൂർ ചെയ്ത് പോകാം. ബിക്കോസ് ഓട്ടോമാറ്റിക്കലി ഇൻഫെക്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈസ് ആ ക്ലിയർ ടു യു, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൽ പോയിന്റ് ഇല്ല. കാരണം എന്തായാലും അയാൾ പറയും അയ്യോ ഇൻഫെക്റ്റഡ് ആണോ എന്നായിരിക്കും റെസ്പോൺസ് വരാൻ പോകുന്നത് അല്ലേ. അപ്പോൾ അവിടുന്ന് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എന്തിലേക്ക് പോകാം? റീഅഷ്യൂറിലേക്ക് പോകാം. Mr. Roy, I understand you must be really worried about being infected, but if it gives you any peace of mind, let me reassure you that this infection is nothing to be worried about because it is easily manageable with proper care and we have detected it early so we can easily treat it. So please do not worry too much about it. എന്ന് പറയുമ്പോൾ ആ entire task അവിടെ complete ചെയ്യാൻ പറ്റും. Okay? So that is how you can do it. So let me do that one more time together. So you're going to say, may I examine your wound? Patient said yes. Thank you for letting me examine your wound. Based on my assessment, I can confirm that the wound appears to be infected because it has redness, swelling, warmth, and there is a little bit of discharge from the wound. I understand you're really concerned about being infected, but if it gives you any peace of mind, I reassure you that this infection is nothing to be worried about. It is easily manageable with proper care, and since we have detected it early, we can easily treat it. So please set your mind at ease, Mr. Roy. Is that clear to you? എന്ന് പറയുമ്പോൾ ആ entire task അവിടെ complete ആവുകയാണ്. Okay? So I hope you understood the structure how I did it. ഇവിടെ reassure ഒക്കെ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. So yes, I hope it is clear to you. Alright, so I can see another introduction given by Drishya in the comment section, which is, good evening Mr. Roy, do you remember me? I am Drishya. So that's nice. Okay, do you remember me Mr. Roy? I am Drishya from ആ ഹോസ്പിറ്റലിൽ പറയുകയാണെങ്കിൽ ഫ്രം ഗ്രീൻവിച്ച് ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ദാറ്റ്സ് എ നൈസ് ഇൻട്രൊഡക്ഷൻ ദൃശ്യ. ദാറ്റ്സ് നൈസ്. ഓക്കെ ഓക്കെ സോ ദാറ്റ്സ് ഹൗ വി ക്യാൻ ഡു ടാസ്ക് നമ്പർ 3. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ടു യു ഗൈസ്. സോ ദ പേഷ്യൻറ്റോട് നമ്മൾ ചോദിച്ചത് എന്താണ്? ഇസ് ആ ക്ലിയർ ടു യു? സോ ദ പേഷ്യൻറ്റ് സെഡ് യെസ്, ദാറ്റ് ഈസ് ക്ലിയർ ടു മീ. നൗ യു ഹാവ് പ്രൊവൈഡ് ഗൈഡൻസ് ഓൺ വൂണ്ട് കെയർ അറ്റ് ഹോം. സോ ഇവിടെ നിങ്ങൾ ഈസ് ദാറ്റ് ക്ലിയർ ടു യു എന്ന പേഷ്യൻറ്റോട് ചോദിച്ചപ്പോൾ പേഷ്യൻറ്റ് പറഞ്ഞു യെസ് ഐ ആം ക്ലിയർ വിത്ത് ദാറ്റ് ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു വിത്ത് ദിസ് ഇൻഫെക്ഷൻ നൗ. Okay, yes, I understand it can be managed, but how? Can you tell me how? So automatically you're giving explanation about guidance on wound care at home. സോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അതിനൊരു അക്നോളജ്മെൻറ്റ് കൊടുത്തിട്ട് ഈ പോയിന്റിലേക്ക് പോയാൽ മതി. ഓക്കെ, ഇൻ കേസ് ഇവിടെ പേഷ്യൻറ്റ് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഓക്കെ ഐ എം ടെല്ലിങ് യു അനദർ കോൺസെപ്റ്റ് ഓൾസോ. ഇവിടെ നിങ്ങൾ അങ്ങോട്ടേക്ക് മൂവ് ഓൺ ചെയ്ത് പോകുന്നതിന് മുന്നേ ഈസ് ആ ക്ലിയർ ടു യു ചോദിച്ചപ്പോൾ പേഷ്യൻറ്റ് ലീഡ് ചെയ്തില്ല, എങ്ങനെ എന്ന് പേഷ്യൻറ്റ് ചോദിച്ചില്ല. പേഷ്യൻറ്റ് പറഞ്ഞു യാ ക്ലിയർ ടു മീ എന്ന് പറഞ്ഞ് നിർത്തി, കോൺവെർസേഷൻ നിർത്തുവാണെങ്കിൽ ദാറ്റ് മീൻസ് യു നീഡ് എ ട്രാൻസിഷൻ.
ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, 3 minutes ട്രാൻസിഷൻ പ്ലാൻ ചെയ്ത് വെക്കണം കേട്ടോ. ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം ബിഫോർ ഹാൻഡ്, സോ ദാറ്റ് ആ കോണ്ടെക്സ്റ്റ് വരുമ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് അവിടെ ഒരു ലീഡിങ് നടന്നില്ല എന്നുണ്ടെങ്കിൽ, പേഷ്യൻറ്റ് നിങ്ങൾ ലീഡ് ചെയ്തില്ലെങ്കിൽ, ഇവിടെ ഡിഫോൾട്ട് ട്രാൻസിഷൻസും തന്നിട്ടില്ല. അതായത് ഡിഫോൾട്ട് ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഫൈൻഡ് ഔട്ട് എനി ക്വസ്റ്റ്യൻസ് ഓർ കൺസേൺസ്. കണ്ടോ, ദിസ് ഇസ് കോൾഡ് ഡിഫോൾട്ട് ട്രാൻസിഷൻ അല്ലേ. ഇതുപോലെ തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്താൽ മതി. ഇങ്ങനെ തന്നിട്ടുമില്ല, ഇതുപോലെ പേഷ്യൻറ്റ് ലീഡിങ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എൻ ഇൻഡിക്കേഷൻ യു ഷുഡ് ബി ഡൂയിങ് ഇറ്റ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ട്രാൻസിഷൻ കൊടുക്കണം. സോ യു ക്യാൻ ട്രൈ മൂവിങ് ഓൺ. ഐ വുഡ് ലൈക്ക് ടു ഗീവ് യു സം ഐഡിയ അബൌട്ട് ഹൗ ടു ടേക്ക് കെയർ ഓഫ് യുവർ wound at home. Or you can ask a specific question. Do you know how to take care of the wound at home? എന്നുള്ള രീതിയിൽ ചോദിക്കാം. ഓക്കെ, ഓർ യു ക്യാൻ ആസ്ക് എ ജനറൽ ക്വസ്റ്റ്യൻ ലൈക്ക്, സോ ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിലും ചോദിക്കാം. അപ്പോൾ ഇതിലേതാണെങ്കിലും പേഷ്യൻറ്റ് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി അടുത്ത പോയിന്റിലേക്ക് ലീഡ് ചെയ്യും. സോ യു ക്യാൻ ഈസിലി മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ടാസ്ക്. ഓക്കെ, എങ്ങനെ അത് പറയാൻ പറ്റും നമുക്ക് നോക്കിയാലോ. സോ ഐ വിൽ ടെൽ യു ഹൗ ടു ടേക്ക് കെയർ ഓഫ് യുവർ wound at home. പ്ലീസ് മേക്ക് ഷ്യൂർ ദാറ്റ് യു കീപ് ദ wound ക്ലീൻ. എപ്പോഴും ഓർക്കുക, ഈ കീപ്പിംഗ് ദ wound ക്ലീൻ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് ഈ പ്ലീസ് മേക്ക് ഷ്യൂർ അല്ലെങ്കിൽ പ്ലീസ് കീപ്പ് ഇൻ മൈൻഡ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, ഇങ്ങനത്തെ വാക്കുകളൊക്കെ കേട്ടുന്നതാണ് നല്ലത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഈ ബുള്ളറ്റ് പോയിൻറ്റ്സിൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് കുറച്ച് വാക്കുകൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് കാണുമ്പോൾ തന്നെ പെട്ടെന്ന്, ഇപ്പോൾ എനിക്ക് കീപ്പിംഗ് ദ wound ക്ലീൻ എന്ന് പറയുമ്പോൾ പേഴ്സണലി എനിക്ക് പെട്ടെന്ന് പ്ലീസ് മേക്ക് ഷ്യൂർ ആണ് പെട്ടെന്ന് വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഞാനിരുന്ന് ആലോചിക്കുകയാണെങ്കിലാണ് ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് അറ്റ്മോസ്റ്റ് ഗ്രാവിറ്റി ദാറ്റ് യു ഹാവ് ടു ഡു ദിസ്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഡു ഇറ്റ്, അല്ലെങ്കിൽ യു നീഡ് ടു സ്റ്റാർട്ട് ടു കീപ്പ് യുവർ wound ക്ലീൻ ആൻഡ് ഡ്രൈ, ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നത്. പക്ഷേ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ തന്നെ എൻ്റെ മൈൻഡിലേക്ക് വരുന്നത് പ്ലീസ് മേക്ക് ഷ്യൂർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ക്ലബ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അതുപോലെ നിങ്ങൾക്കും ആ ഒരു റിമൈൻഡർ കിട്ടും. സോ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു ഡു ഇറ്റ്. ഓക്കെ, സോ ലെറ്റ് മീ ഷോ ഹൗ ദിസ് ക്യാൻ ബി ഡൺ. സോ പ്ലീസ് മേക്ക് ഷ്യൂർ ദാറ്റ് യു കീപ് ദ wound clean and dry and use the prescribed dressings and remember to avoid pressure on the area. ഇവിടെ ഞാനിപ്പോൾ ഈ ടാസ്ക് കൺസ്ട്രക്ട് ചെയ്തപ്പോൾ വാട്ട് ഐ ഡിഡ് ഈസ് എല്ലാ വെർബിനും ഇവിടെ ING ഫോമിലാണ് തന്നേക്കുന്നത് അല്ലേ. ഓക്കെ, എവറിത്തിങ് ഈസ് ഇൻ ING ഫോം, എവറിത്തിങ്. ഞാനത് പറഞ്ഞപ്പോൾ എല്ലാം ഞാൻ എങ്ങനെയാക്കി, സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലേക്ക് മാറ്റി. പ്ലീസ് കീപ് ദ wound ക്ലീൻ, കീപ്പ് ആക്കി. യൂസ് പ്രിസ്ക്രൈബ് ഡ്രസ്സിങ്സ്, അവോയ്ഡ് പ്രഷർ ഓൺ ദ ഏരിയ. ഓക്കെ, സോ ഇങ്ങനെയായിരിക്കും നിങ്ങളത് മാറ്റുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എന്ന് പറയുമ്പോൾ വെർബ് ടു വരുമ്പോൾ ING ഫോം വരില്ല, എന്തായി മാറും, ടു കീപ്പായി മാറും, ടു യൂസ് ആയി മാറും, ടു അവോയ്ഡ് ആയി മാറും. ഓക്കെ, സോ ഈ ഒരു കേസിൽ ഒരു പ്രാവശ്യം ടു പറഞ്ഞിട്ട് ബാക്കിയെല്ലാം കണക്ട് ചെയ്ത് പോവാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു കീപ് ദ wound ക്ലീൻ and use prescribed dressings to dress it and remember to avoid pressure on the area. This is how you can expand it. Okay, it is also important എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കാണുമ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രേസ് ആണ് എന്താ, it's a matter of utmost ഗ്രാവിറ്റി എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഏർജൻസി എന്ന് പറയാം, ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഇമ്പോർട്ടൻസ് എന്ന് പറയാം, പല രീതിയിൽ അത് പറയാം കേട്ടോ. ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഇമ്പോർട്ടൻസ് ദാറ്റ് യു ഫോളോ എ കൺസിസ്റ്റൻറ്റ് ക്ലീനിങ് റുട്ടീൻ, അല്ലെങ്കിൽ ഇറ്റ്സ് എ മാറ്റർ ഓഫ് അറ്റ്മോസ്റ്റ് ഗ്രാവിറ്റി ദാറ്റ് യു ഫോളോ എ കൺസിസ്റ്റൻറ്റ് ക്ലീനിങ് റുട്ടീൻ, ഓർ ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഏർജൻസി ദാറ്റ് യു ഫോളോ എ കൺസിസ്റ്റൻറ്റ് ക്ലീനിങ് റുട്ടീൻ. എന്തിന്, എഗെയിൻ ഇവിടെ പ്രിവെൻറ്റ് ആണ്, സോ ജസ്റ്റ് ആഡ് ടു. ഇങ്ങനെ വേർബുകൾ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടു ആഡ് ചെയ്യുക കേട്ടോ, അപ്പോൾ അത് കണ്ടിന്യൂറ്റി കിട്ടും. ടു പ്രിവെൻറ്റ് ഇൻഫെക്ഷൻ ആൻഡ്, ഇവിടെ ഒരു ആൻഡ് കൊടുക്കുക, ആൻഡ് ടു പ്രൊമോട്ട് ഹീലിംഗ്. എന്നിട്ട് ഇസ് എ ക്ലിയർ എന്ന് ഉടനെ ചാടിക്കയറി ചോദിക്കരുത്. Give a reassurance. So please remember to follow all these instructions to speed up your recovery or to resolve the infection or to improve the healing process എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ എന്താവും അവിടെ വരുന്ന ഒരു കംപ്ലീഷൻ വരും. And then you can ask, I hope you will be doing it. I hope it works for you. അല്ലെങ്കിൽ is that clear to you? Will you be able to do that? How does that sound to you? അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്കത് വൈൻഡ് അപ്പ് ചെയ്യാം. So this is how you can explain that point. Okay. So once it is done, patient will say, yes, I'll definitely try to do that. Okay, again patient നിങ്ങളോട് ചോദിക്കുകയാണ്, I will do that, but could you please tell me about what could be the treatments that the doctor would give me for the infection? How could I treat the current infection right now? What he told me is how to take care of my wound at home. So what is the treatment that I have to do currently to treat the infection? എന്നായിരിക്കും പേഷ്യൻ്റ് ചോദിക്കുന്നത്. So you can say that's a reasonable query from your end, Mr. Roy. So we will need to start you on antibiotics to resolve the issue, and we will do a special dressing for you, and then you may need to come for follow-up visits to assess. എന്തിനാണ് follow-up visit എപ്പോഴും വരുന്നത്? To assess
your progress, to assess your progress. Okay, so I'll do one more time. Antibiotics start cheyanale, so we will put you on ennu parayam, we will put you on, or we will start you on, or we will commence you on, we will start you on a course of antibiotics. And special dressing cheyyuvalle appo, and do a special dressing, and you need to come for follow up visits to assess your progress. Okay, എന്നിട്ട് ചോദിക്കാം, ഡു യു ഹാവ് എനി അതർ കൺസേൺസ്? ഇവിടെ നമുക്ക് അതർ കൂട്ടി ചോദിക്കാം, ബിക്കോസ് ഇനി ഒരു ടാസ്ക് കൂടെ നമുക്ക് ചെയ്യാനുള്ള അല്ലേ. സോ യു ക്യാൻ ആസ്ക്, ഡു യു ഹാവ് എനി അതർ കൺസേൺസ്? പേഷ്യൻ്റ് വിൽ സേ, ഓക്കെ, എനിക്കെല്ലാം മനസ്സിലായി, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യാം, പക്ഷേ എന്നിട്ട് എനിക്ക് മാറ്റമൊന്നുമില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? Okay, what if nothing changes? Everything stays the same. What should I be doing then? You can say, well, in that case, anganayanikil, it is important that you seek immediate medical attention if you have fever, or if you experience increased pain, if you have, if you notice spreading of redness, that means that you need to come to the hospital and take further treatment. In the parayumbol aa oru point kayinu. Okay, then you can ask, is that clear to you? Patient says, yes, that is clear to me. Then you can say this point, okay, well, in that case, evada namukku endu use cheyam? Well, in that case. Okay, well, in that case, can I get your consent to begin the wound dressing? Can I get your consent to begin the wound dressing? So patient says, yes, that's okay. How would you wind it up? നിങ്ങൾ ഇത് ഹോം വിസിറ്റ് ആണ് ചെയ്യുന്നത് അല്ലേ, യുവർ അറ്റ് ദ പേഷ്യൻസ് ഹോം. സോ യു ഷുഡ് സേ സംതിങ് ലൈക്ക്, വെൽ, ഐ ഹോപ്പ് എവറിത്തിങ് ഇസ് ക്ലിയർ ടു യു. വൂണ്ട് ഡ്രസ്സിംഗ് തുടങ്ങുന്ന പോലെ കാണിക്കുകയാണ് നിങ്ങൾക്ക്. സോ ഷാൽ ഐ ബിഗിൻ വിത്ത് ദ വൂണ്ട് ഡ്രസ്സിംഗ്? സോ ദ പേഷ്യൻറ്റ് സേസ് യെസ് എന്ന് പറയുമ്പോൾ യു ക്യാൻ സ്റ്റാർട്ട് ബൈ സെയിങ്, നോർമലി നമ്മൾ ചെയ്യുന്നത് എന്താണ് ഹോം വിസിറ്റ്സ് അല്ല, സോ ഐ സീ യു ഫോർ ദ നെക്സ്റ്റ് റിവ്യൂ എന്നൊക്കെ പറഞ്ഞെങ്കിൽ നെക്സ്റ്റ് ടൈം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നിർത്തും. പക്ഷേ ഇവിടെ നിങ്ങൾ ഇവിടെ ഒരു ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. You're starting wound dressing, isn't it? ഇതൊരു ആക്ഷനാണ്, അത് പെട്ടെന്ന് തീരുന്ന ഒരു ആക്ഷൻ അല്ല. യു നീഡ് ടു സ്പെൻഡ് സം ടൈം. സോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? സോ ഷാൽ ഐ ബിഗിൻ വിത്ത് ദ വൂണ്ട് ഡ്രസ്സിംഗ്? ദ പേഷ്യൻറ്റ് സേസ് യെസ്. ഓക്കെ, ദെൻ മിസ്റ്റർ ഡേവിഡ്, പ്ലീസ് ലിഫ്റ്റ് യുവർ ലെഗ്, പ്ലീസ് ലിഫ്റ്റ് യുവർ ലെഗ്, ഐ വിൽ സ്റ്റാർട്ട് വിത്ത് ദി വൂണ്ട് ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. ഓക്കെ, ഈ ഒരു പോയിന്റ് അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ, ഇഫ് ദിസ് വാസ് നോട്ട് ദെയർ, ഇമാജിൻ ദിസ് ടാസ്ക് ഇസ് നോട്ട് ദെയർ, അങ്ങനെയായിരുന്നു എന്നുണ്ടെങ്കിൽ യു ക്യാൻ സിംപ്ലി സേ, ഓക്കെ, ദെൻ ഐ ഹോപ്പ് എവറിത്തിങ് ഇസ് ക്ലിയർ ടു യു, ഐ വിൽ സീ യു ഫോർ ദ നെക്സ്റ്റ് റിവ്യൂ എന്ന് പറഞ്ഞ് നിർത്താം. പക്ഷേ ഇവിടെ ഈ ഒരു ആക്ഷൻ ഉള്ളത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ആക്ഷൻ ചെയ്യുന്നതായിട്ട് പറഞ്ഞ് വേണം എൻഡ് ചെയ്യാനായിട്ട്. That is how you do it. Okay, so that is an entire execution of the whole part. So I hope it is clear to everyone. So idakke common aayittu varuna or exam pattern aanu. So make sure that you are familiar with all these things. Idakke exam cards aanu ട്ടോ, models aanu. Ee exam cards il varuna structuring, sentence constructions ഒക്കെ നോക്കി വെക്കുക. ഇപ്പോൾ explore any recent changes common ആണ്. നേരത്തെ എപ്പോഴും explore the relevance of these എന്നായിരുന്നു, പക്ഷേ അതും വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഇപ്പോൾ വരുന്നതാണ് explore any recent changes. ഓക്കെ, റീസെൻറ്റ് ചേഞ്ചസ് തന്നിട്ട് ബ്രാക്കറ്റിൽ വരും. ഇന്ന് നമ്മൾ സ്പീക്കിംഗ് ക്ലബിൽ ചെയ്തതിലും ഇതുപോലെ എക്സ്പ്ലോർ ദ റീസെൻറ്റ് ചേഞ്ചസ് ഉണ്ടായിരുന്നു. ഇതൊരു കോമൺ ആയിട്ട് വരുന്നൊരു പോയിന്റാണ്. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ദ വൂണ്ട് അപ്പിയേഴ്സ് ടു ബി ഇൻഫെക്റ്റഡിന് പകരം വരുന്നത് എക്സ്പ്ലെയിൻ ദ പോസിബിലിറ്റി ഓഫ് എൻ ഇൻഫെക്ഷൻ എന്നുള്ള രീതിയിലായിരിക്കും. രണ്ടും സിമിലർ ആണ്. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? ഡെഫിനറ്റ് ആയിട്ടാണെന്നാണ് പറയുന്നത്. മറ്റേതിൽ നമ്മൾ അത് ഇൻഫെക്ഷൻ ആയിരിക്കാനാണ് സാധ്യത എന്ന് പറയുന്നത് പോലെയാണ്. അതൊരു കോമൺ ആയിട്ടുള്ളൊരു ടാസ്ക് ആണ്. ഇതുപോലെ നിങ്ങൾ വർക്കൗട്ട് ചെയ്യും. ഇങ്ങനെ കോമൺ ആയിട്ട് എക്സാം കാർഡ്സിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സെൻറ്റൻസ് പാറ്റേൺസ്, അതിനൊക്കെ ഓരോരോ സെൻറ്റൻസുകൾ നിങ്ങൾ നേരത്തെ പഠിച്ചു വെക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി. സേ ഫോർ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് കാണാം എംഫസൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് എന്നുള്ളൊരു പോയിന്റ് അല്ലേ. ഈ എംഫസൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ്, സ്ട്രെസ് ദി ഇമ്പോർട്ടൻസ് ഓഫ്, റീഇൻഫോഴ്സ് ദി ഇമ്പോർട്ടൻസ് ഓഫ്, ഇങ്ങനെയൊക്കെ കണ്ടാൽ പഠിച്ചു വെക്കുക. ഇറ്റ്സ് എ മാറ്റർ ഓഫ് അറ്റ്മോസ്റ്റ് ഗ്രാവിറ്റി, ഇറ്റ് ഈസ് പാരമൗണ്ട്, ഇറ്റ് ഈസ് ഇമ്പറേറ്റീവ്, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്, പല രീതിയിൽ അത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ പഠിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി. നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ വർക്കൗട്ട് ചെയ്യാം കേട്ടോ. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു എവറി വൺ. സോ ഇഫ് യു ഹാവ് എനി സജഷൻസ് or if you have any particular card that needs to be discussed, you can let me know either in the speaking club or in the speaking speculation live segment. I'll be more than happy to do it and discuss it with you guys. Okay, okay, thank you everyone for being lovely and having a good participation today. I'll be seeing you guys next week. Until then, take care. Good night.